ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ലിന് ലോഗോയും ട്രേഡ് മാർക്കും ലഭിച്ചു. ഓണവില്ല് നിർമ്മിക്കാനും വിൽപ്പന നടത്താനുമുള്ള അവകാശം ക്ഷേത്രത്തിന് മാത്രമായിരിക്കും. തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിന് വേണ്ടി 12 വില്ലുകൾ നിർമ്മിച്ച് സമർപ്പിക്കുന്നത് തുടർന്നും കരമന മേലാറന്നൂർ വിളയിൽ കുടുംബമായിരിക്കും തിരുവോണ ദിനത്തിൽ ക്ഷേത്രത്തിന് വേണ്ടി 12 വില്ലുകൾ നിർമ്മിച്ച് സമർപ്പിക്കുന്നത്. എന്നാൽ വില്ല് നിർമ്മിക്കുന്നതിനോ വിൽക്കുന്നതിനോ ഇവർക്ക് അധികാരമുണ്ടായിരിക്കില്ല. കടമ്പ് വൃക്ഷത്തിൻ്റെയും മഹാഗണിയുടെയും തടികളിലാണ് ഓണവില്ല് നിർമ്മിക്കുന്നത്. 4.5 അടി 4 അടി 3.5 അടി നീളത്തിലാണ് ഓണവില്ലിൻ്റെ നിർമ്മാണം. പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ ഉപയോഗിച്ചാണ് ചിത്രം വരയ്ക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ താഴികക്കുടം ഇരിക്കുന്ന വള്ളത്തിൻ്റെ ആകൃതിയിലാണ് വില്ല് നിർമ്മാണം. 41 ദിവസം വ്രതമെടുത്താണ് കുടുംബക്കാർ ഇതിൻ്റെ ചിത്രരചന പൂർത്തിയാക്കുന്നത്. തിരുവോണ ദിവസം പുലർച്ചെ 5:30 ക്ഷേത്രത്തിലെ കൊടിമരത്തിന് ചുവട്ടിൽ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. ദശാവതാരം, അനന്തശയനം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണലീല, ശാസ്ത, വിനായക എന്നിവയാണ് ഈ വില്ലുകൾ. ഓരോന്നിൻ്റെയും 2 വീതം 12 എണ്ണമാണ് സമർപ്പിക്കുന്നത്. ഓണത്തിന് ശേഷം ഈ വില്ലുകൾ തിരുവിതാംകൂർ കൊട്ടാരത്തിന് കൈമാറും. അഡ്വക്കേറ്റ് ബിന്ദു ശങ്കരപ്പിള്ളയാണ് ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ അപേക്ഷ സമർപ്പിച്ചത്.